നമുക്കൊപ്പം അരുൺരാജ് കൂടി ചേരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ സ്കൂളിന് മുന്നിൽ തന്നെ അരുൺരാജുമുണ്ട്. അരുൺരാജ്, ഈ ജനരോഷം അതിനെ തടയാൻ കഴിയില്ല. തീർച്ചയായും നമ്മൾ തന്നെ ഇത് കേൾക്കുമ്പോൾ വലിയ വേദനയും ഒപ്പം വല്ലാത്തൊരു അമർഷവും എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. പല വികാരങ്ങളാണ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. കാരണം ഒരു കൊച്ചു കുഞ്ഞ് എത്ര പ്രതീക്ഷയോടെ ആ സ്കൂളിൽ കളിച്ച് നടന്ന കുട്ടിയാണ്. അപ്പോൾ അതുമാത്രമല്ല, കാലങ്ങളായിട്ട് ഇതിങ്ങനെയാണെന്ന് അറിയുമ്പോൾ ദേഷ്യം കൂടുകയാണ്. ഇത്ര ദിവസമായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണിയായി ഈ വൈദ്യുതി ലൈൻ ഇങ്ങനെ വരുമ്പോഴും ഒന്നും ചെയ്തില്ല, ആരും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ സംഘടനകളടക്കം വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. കാരണം അവരെല്ലാം ആരോപിക്കുന്നത്, നേരത്തെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്, ഇക്കാര്യത്തിലൊരു പരാതി തങ്ങൾ KCB ഇത്തരമൊരു പരാതി KCക്ക് മുമ്പാകെ ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, ഈ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഈ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകുന്നത്. നമുക്ക് കെട്ടിടമാണ്, ഇതിന് സമീപത്തുള്ളതെല്ലാം തന്നെ പഴയ കെട്ടിടമാണ്. അതിന്റെ സമീപത്തൂടെയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നുപോയിട്ടുള്ളത്. ചില വാദങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കാരണം വർഷങ്ങളായുള്ള ഈ വൈദ്യുതി ലൈനാണ്. വർഷങ്ങൾക്ക് മുമ്പേ എന്തുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കാൻ, അത് മാറ്റിവെക്കണം അല്ലെങ്കിൽ അത് മാറ്റി പുനഃസ്ഥാപിക്കണം എന്നീ കാര്യങ്ങളിൽ നടപടി ഉണ്ടായില്ല. കാരണം ഈ സ്കൂളിന്റെ പിൻവശത്തൂടി പോകുന്ന വൈദ്യുതി ലൈൻ അത് ഒരു ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് കൂടുതൽ സുരക്ഷിതമായ മാർഗങ്ങൾ തേടിക്കൂടായിരുന്നോ എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പ്രതിഷേധം മാനേജ്മെന്റുമായി സംസാരിക്കണം എന്നുള്ളതാണ്. മാനേജ്മെന്റുമായി സംസാരിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം സ്കൂൾ മാനേജ്മെന്റ് ഒരു തെറ്റായ വിശദീകരണം, ഒരു തെറ്റായ വാക്കാണ് ആദ്യം പറഞ്ഞത്. കാരണം വാദമായിരുന്നു അത് പിന്നീട് DO എത്തി പരിശോധന നടത്തുമ്പോൾ മാറ്റേണ്ട സ്ഥിതി അടക്കമുണ്ടായി. അത് എങ്ങനെയാണ് ഉണ്ടായത്? എന്തായാലും ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ വലിയ ഒരു അനാസ്ഥ, കൊടിയ അനാസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണം. അവരെ മാതൃകാപരമായ ശിക്ഷകൾക്ക് വിധേയമാ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പ്രതിഷേധം അത് തെരുവിലേക്കടക്കം മാറുന്ന കാഴ്ച, അത് കൂടുതൽ വഷളാകുന്ന കാഴ്ചയടക്കമുണ്ട്. ഇപ്പോൾ നിലവിൽ BJPയുടെയും ABVPയുടെയും അടക്കം നേതൃത്വത്തിലാണ് പ്രതിഷേധമുള്ളത്. നേരത്തെ ഇതിനുള്ളിൽ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്കൂൾ മാനേജ്മെന്റുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതിഷേധം അതിന്റെ വിളന്തറ സ്വദേശിയായ മനൂഭവനത്തിൽ മിഥുൻ അത് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തിയതാണ്. അവൻ ഈ സ്കൂളിൽ രാവിലെ എത്തി വിദ്യാർത്ഥികൾക്കൊപ്പം, അവന്റെ സഹപാഠികൾക്കൊപ്പം, അവന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം കളിക്കുന്നതിനിടയിലാണ് ഏതോ ഒരു സഹപാഠിയുടെ ചെരുപ്പ് ഈ കെട്ടിടത്തിന്റെ ഷീറ്റിലേക്ക് വീഴുന്നു. അത് എടുക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിനോട് എത്തിയാണ് ഒടുവിൽ അവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൂടുതൽ സ്ഥലത്ത് നിന്ന്, കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പ്രവർത്തകരെ അണിനിയിപ്പിച്ച് ഈ മുതിർന്ന പ്രവർത്തകരുമായ ഒരു ആശയവിനിമയമാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് മാനേജ്മെന്റിന്റെ ഭാഗം കൂടിയാണ്, താങ്കളടക്കമുള്ളവർ. എന്താണ്? ലൈൻ വളരെ പഴയ ലൈനാണ്. കെട്ടിടവും ഏതാണ്ട് ആദ്യകാലത്തെ കെട്ടിടമാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കില്ലല്ലോ, ഇങ്ങനെ കയറി ചെയ്യുമെന്നുള്ളത്. വിദ്യാർത്ഥിക്ക്, അയാൾ കയറിയ കുട്ടിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധമില്ല, എന്താണ് ഈ ഇലക്ട്രിക് ലൈനിന്റെ അപകടം എന്നുള്ളത്. അപ്പോൾ അയാളുടെ ചെരുപ്പെടുക്കാൻ വേണ്ടി ഇപ്പുറത്തൂടെ ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തൂടെ കയറിയിട്ട് ആ വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ഇയാൾ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ ഈ കുട്ടി വെപ്രാളത്തിന് കയറി മോളത്തെ ലൈൻ പിടിക്കുക. അല്ല, ലൈനുമായിട്ട് ഇതിന്റെ ബന്ധമില്ലല്ലോ. അങ്ങനെയാണ് അവർ ആ വിഷ്വൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഏതെങ്കിലും ഒന്നിനെ പ്രതിയാക്കി സ്ഥാപിച്ചുകൊണ്ട് ഈ ദുരന്തമുഖത്ത് ഏതെങ്കിലും ഒരു സമീപനം എടുക്കുന്നത് ഇപ്പോൾ ആശ്വാസകരമായ കാര്യമല്ല. കാരണം ഇതിനകത്ത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് പ്രശ്നമില്ല, KSEBയുടെ ഭാഗത്ത് പ്രശ്നമില്ല, ഇത് പബ്ലിക് റോഡിന്റെ വിഷയമല്ല, ഇതിനകത്തുള്ള ഇതിലേക്ക് വന്ന കണക്ഷനല്ല, ഇവിടെ സ്കൂൾ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ലൂസ് കണക്ഷനോ ലൂസ് കോണ്ടാക്റ്റോ അല്ല, ഇതൊന്നുമല്ല.
അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു വൈദ്യുത ലൈൻ അങ്ങനെ കടന്നു പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ആശങ്ക ഉണ്ടാക്കുന്നില്ല. കാരണം ഈ നമ്മുടെ ചട്ടങ്ങൾ പ്രകാരം അത്തരത്തിൽ സ്കൂളിന് മുകളിലൂടെയോ സ്കൂൾ പരിസരത്തുകൂടെയോ വൈദ്യുത ലൈൻ കടന്നു പോകരുതെന്ന്. അതെ, അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ പുറവശത്ത് ലൈൻ പോകാൻ വേറൊരു വഴിയില്ല. വളരെ പാവപ്പെട്ട കുറച്ച് മനുഷ്യർ താമസിക്കുന്നു. അവർ വലിയ സമരം നടത്തി പഴയ കാലത്ത്, ഇപ്പോഴല്ല, ഇതിപ്പോഴാണ് ഒരു കമ്മിറ്റി മാനേജ്മെൻ്റൊക്കെ, ഒരു 40-50 വർഷം മുമ്പ് ഇൻഡിവിജ്വൽ മാനേജ്മെൻ്റ് ആയിരുന്ന കാലത്ത് അവർ മാനേജ്മെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്താണ് അപ്പുറത്തെ വീട്ടുകാർക്കുള്ള ലൈനാണ്. അത് നമ്മൾ എടുത്തു മാറ്റാൻ വേറെ കൊണ്ടുപോകാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ ഒരു ചോദ്യം അപ്പോഴും നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ആരുടെയും ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിലാണ്. ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളല്ല വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതങ്ങനെയല്ല. കാരണം നമുക്ക് ഈ വൈദ്യുതി ലൈനുകൾ പോകുന്നത് കണ്ടാൽ അറിയാം. വളരെ താഴ്ന്ന് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. കുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷയ്ക്കും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്കൂൾ അങ്കണമാണ്. അവിടെ അധ്യാപകരുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ട്, അതിലൂടെ കടന്നു പോകുന്ന ജനപ്രതിനിധികളുണ്ട്, ചുറ്റുവട്ടത്തുള്ളവരുണ്ട്. ഒരുപാട് പേരുടെ ശ്രദ്ധ വേണ്ട ഒരു ഇടമാണ്. അവിടെ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു, അതൊരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ ചർച്ചകൾ വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോട് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. ഒരുപക്ഷെ ഒരു ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ ഇത്തരം ചർച്ചകൾ അത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത്. ില്ല വലിയ രീതിയിലുള്ള ഒരു വൻ വീഴ്ച തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അനാസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ആ കുഞ്ഞ് അവിടെ കയറിയെന്നും അത് കയറുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഒരു ചെരുപ്പ്, കൂട്ടുകാരൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ അത്രയും നല്ല മനസ്സോടെ കയറിയ കുഞ്ഞാണ്. അവൻ വീണു പോകും എന്നായപ്പോൾ അത്രയും പൊക്കമേ ഉള്ളൂ. 13 വയസ്സുകാരനാണ് അവൻ. അത്രയും പൊക്കത്തിൽ നിന്ന് വീണു പോകുമെന്നായപ്പോൾ കൈ നീട്ടിയപ്പോൾ വൈദ്യുതി ലൈനിൽ തൊട്ടു എങ്കിൽ അത് തീർച്ചയായിട്ടും ഇക്കാര്യം പിന്നെ ഇവിടെ എപ്പോഴാണ് നമ്മൾ പറയുക? തീർച്ചയായിട്ടും ഇനി ഒരു സ്കൂളിലും, ഈ സ്കൂളിൽ മാത്രമല്ല, ഇനി ഒരു സ്കൂളിലും ഒരു വിദ്യാലയത്തിലും ഇതുപോലെ ഒരു അപകടം സംഭവിക്കരുത്. ഇത്തരത്തിലുള്ള